ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയാൻ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, മാനിഫെസ്റ്റേഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. കാരണം പലവർക്കും പല സംശയങ്ങളുണ്ടാകും. ഈ 11 ദിവസം എങ്ങനെ എഴുതി കഴിഞ്ഞാൽ നടക്കുമോ, അല്ലെങ്കിൽ ഈ 12 എഴുതി കഴിഞ്ഞാൽ നടക്കുമോ, അങ്ങനെ പല ഡൗട്ടുകളും ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇന്ന് ആ ഡൗട്ടുകൾ ഒന്ന് ക്ലിയർ ചെയ്യാം. എങ്ങനെയാണ് ഇത് നടക്കുന്നത്, ഈ ആഗ്രഹം നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിലേക്ക് മനസ്സിലേക്ക് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അതെന്താണ് അവിടെ സംഭവിക്കുന്നത്, അതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയി ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോക്ക് കിടക്കാം. വീഡിയോക്ക് കിടക്കുന്നതിന്റെ മുന്നേ ഒരു കാര്യം മെയിനായിട്ട് പറയാം. ഏതാഗ്രഹവും എന്താഗ്രഹവും ആയിക്കോട്ടെ, നമ്മ വെറുതെ ഇരുന്നാൽ ഒരു ആഗ്രഹവും നടക്കില്ല. നമ്മ അതിനു വേണ്ടി കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും വേണം. എന്നാൽ മാത്രമേ നമ്മുടെ എത്ര വലിയ ആഗ്രഹങ്ങളാണെങ്കിലും നടക്കുള്ളൂ. വെറുതെ ഇരുന്ന് നമ്പർ എഴുതി കഴിഞ്ഞാലും അതേപോലെ തന്നെ പ്രാർത്ഥിച്ചാലൊന്നും നമ്മുടെ ആഗ്രഹം നടക്കില്ല. ഇതെങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ചിന്തകൾ, പ്രവൃത്തി, ആഗ്രഹങ്ങൾ, വിശ്വാസം. ചിന്തകൾ, പ്രവൃത്തി, ആഗ്രഹങ്ങൾ, വിശ്വാസം. ഈ 4 പോയിന്റാണ് നമ്മ ലോ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ മലയാള മീനിങ് എന്ന് പറഞ്ഞാൽ ആകർഷണ നിയമം. അതായത് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ആഗ്രഹങ്ങളും ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മൾക്ക് കിട്ടുന്നത്, നമ്മൾക്ക് ലഭിക്കുന്നത്. ഈ പ്രവൃത്തി ചെയ്യണമെങ്കിൽ 4 ഘടകങ്ങൾ അറിഞ്ഞിരിക്കണം. 4 ഘടകങ്ങൾ അത്യാവശ്യമാണ്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പ്രവൃത്തി, കൃത്യജ്ഞത. അതായത് പ്രവൃത്തി, കൃത്യജ്ഞത, വിഷ്വലൈസേഷൻ. നമ്മ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ മനസ്സിൽ ചിന്തിക്കുക. അപ്പോൾ ഈ 3 പിന്നൊന്ന് അത്യാവശ്യമായിട്ട് വേണ്ട സാധനമാണ് വ്യക്തത. ഒന്നും കൂടി ഞാൻ പറയാം. ഇതിന് 4 ഘടകങ്ങൾ അത്യാവശ്യമാണ്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് വ്യക്തത, അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ, കൃത്യജ്ഞത, പ്രവൃത്തി. ഈ 4 ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുകയുള്ളൂ. വ്യക്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വ്യക്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ആഗ്രഹം, ഒരു ആഗ്രഹം വ്യക്തമായി എന്ന് മനസ്സിൽ ചാഞ്ചാട്ടം പാടില്ല. ഈ ഒന്ന് ആഗ്രഹിച്ച ആ ഒരു ആഗ്രഹം മാത്രമേ പാടുള്ളൂ. വ്യക്തമായിട്ടുള്ള ഒരു ആഗ്രഹം വേണം. പിന്നെ അതുപോലെ തന്നെ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മത് പ്രവർത്തിക്കണം. ഈ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യണം, പ്രവർത്തിക്കണം. അതാണ് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ. പിന്നെ കൃത്യജ്ഞത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ, നടന്ന കാര്യങ്ങൾ ആലോചിക്കുക, അതിന് അഭിമാനം കൊള്ളുക, നമ്മുടെ മനസ്സിനെ നല്ല സന്തോഷിപ്പിക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും അറിയും, വിഷ്വലൈസേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ അത് കണ്ണടച്ച് നമ്മ അത് ആഗ്രഹിക്കുന്നത് പോലെ ഇങ്ങനെ ചിന്തിച്ച് നമ്മ മനസ്സിൽ എന്താണോ ആഗ്രഹിച്ച്, നമുക്ക് എന്താണോ നമ്മ മനസ്സിൽ വിചാരിച്ചത് അതിങ്ങനെ ഒന്ന് കണ്ണടച്ചൊന്ന് ചിന്തിക്കുക. അതാണ് അടുത്ത പോയിന്റ്, വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ 4 ഘടകങ്ങൾ എന്തായാലും അത്യാവശ്യമാണ്. നിങ്ങൾക്കൊരു കാര്യമോ, പല വലിയ വലിയ ആൾക്കാർ, അതായത് പ്രശസ്തരായ ആൾക്കാരുടെ ജീവിതം ജീവിതം തന്നെ മാറിയ ഒരു കാര്യമാണ് മാനിഫെസ്റ്റേഷൻ എന്ന വീഡിയോയിലൂടെ. പല ഞാൻ എക്സാമ്പിൾ പറയാം, ജിംകാരി, അതേപോലെ തന്നെ കുറേ പേരിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അവന്റെയൊക്കെ ജീവിതം തന്നെ മാറ്റിയത് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷനെ മാനിഫെസ്റ്റേഷൻ വീഡിയോ ആയിട്ടാണ്. മാനിഫെസ്റ്റേഷൻ അത് മനസ്സിലെ ചിന്തകളെ മാറ്റൂ. പല പ്രശസ്തരായ ജിംകാരി, അതുപോലെ തന്നെ പല പ്രമുഖന്മാരായ അവരുടെയൊക്കെ ജീവിതം മാറ്റിയത് ഈ മാനിഫെസ്റ്റേഷനാണ് എന്ന് പറഞ്ഞിട്ട് പല വീഡിയോസിൽ അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കിയോളൂ. ജിംകാരി, അതേപോലെ തന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല, ഇപ്പൊ ഒരാളുടെ തന്നെ കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ജിംകാരിയുടെയൊക്കെ യൂട്യൂബിലാണെങ്കിലും ഗൂഗിളിലാണെങ്കിലും സെർച്ച് ചെയ്ത് നോക്കി. അവരുടെ ജീവിതം മാറ്റിയത് ഈ മാനിഫെസ്റ്റേഷനാണ്. അപ്പൊ അവര് തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചിന്തകളെ മാറ്റൂ, ജീവിതം തനിയെ മാറും. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഒന്നും അറിയാതെ നമ്മ ഒരു വീഡിയോ ചെയ്യാൻ പാടില്ല.
ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കാൻ പാടില്ല. അപ്പോൾ കുറച്ച് എല്ലാവരും പ്രവൃത്തി അത്യാവശ്യമാണ്. എന്താഗ്രഹമാണോ അതിന് പ്രവൃത്തി അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.